ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നൊക്ലാച്ചിക്ക് ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് പനീർ ഇട്ടിട്ടുണ്ടാക്കണോണ്ട് അപ്പോൾ നമുക്ക് പനീർ കിഴിയെന്ന് വിളിക്കാം. ഞാൻ ഈ കറിയണത് എൻ്റെ നൊക്ലാച്ചി ആലോചിച്ചിട്ടല്ല കേട്ടോ. സവോള എല്ലാവരും കറിയിക്കൂലേ, എന്ത് സാധനം അത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയ്ക്ക് ജ്യൂസ് കടയായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട പപ്സും കട്ട്ലേറ്റൊക്കെ വന്നിരുന്നത് പുറത്തുനിന്നായിരുന്നു. പക്ഷെ ഞായറാഴ്ച ദിവസം വെച്ചെങ്കിൽ അത് വരൂല. അപ്പം എല്ലാ ഞായറാഴ്ച അമ്മ പപ്സും കട്ട്ലേറ്റും ഉഴുന്നോടെ ഉള്ളിവടി പഴംപൊരി എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. എനിക്ക് ഈ പാചക പരീക്ഷണങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും ബാക്കി വന്നാൽ അതൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഞാനും എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഓരോ പരീക്ഷണങ്ങളുടെ ഇടയിൽ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഐറ്റം. ഈ മസാലയിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യട്ടെ. ഇനി ഞാനിന്ന് ആഡ് ചെയ്യണത് പനീറാണ്. മുട്ട ആണെങ്കിൽ മുട്ട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ, ബീഫ്, വെജിറ്റബിൾസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായി ഉടച്ചതിന് ശേഷം അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വേണം. ബേസ് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വേണം? മൈദ വേണം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ചപ്പാത്തി പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. കുഴയ്ക്കുക, ഉരുട്ടുക, പരത്തുക. അപ്പോൾ ഇതേപോലെ കിട്ടും, നല്ല പപ്പട വട്ടത്തിൽ കിട്ടും. പിന്നെ അതിലേക്ക് വേണ്ട മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഞെറിഞ്ഞ് കിഴിയുടെ ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റായി. അങ്ങനെ ബാക്കിയുള്ളതിലും കൂടി ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പനീർ മസാലക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ പനീർ മസാലക്കിഴി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ആമിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് കുളിച്ച് സുന്ദരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.